വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം. വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിലാണ് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 178 വീടുകളുടെ പണി പൂർത്തിയാക്കി എന്നും മാധ്യമങ്ങളിലൂടെ അറിയുകയും ഞങ്ങളുടെ കലാരംഗത്തു നിന്നുള്ള ഒരുപാട് പ്രമുഖർ ഇവിടെ വരികയും ചെയ്തു. എനിക്ക് ഇന്നാണ് വരാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലം സന്ദർശിക്കാൻ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ്. യഥാർത്ഥത്തിൽ ഞാൻ വന്നത് നാളെ ഇവിടെ നടക്കുന്ന സൊലസ് എന്ന പേരിലുള്ള തൃശ്ശൂരിൽ ആസ്ഥാനമായിട്ടുള്ള സൊലസിന്റെ വയനാട് ഫ്രാഞ്ചൈസിയുടെ അല്ലെങ്കിൽ വയനാട്ടിൽ തുടങ്ങിയതിൻ്റെ 4ാം വർഷത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത്. ഇത് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്നാണ് ഈ ടൗൺഷിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മനുഷ്യനെ വേണ്ടി ചെയ്യുന്ന, അതല്ലെങ്കിൽ സഹജീവികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഇത്. ഗവൺമെന്റിന്റെ പ്രവർത്തനം തന്നെയാണ്. ഗവൺമെന്റിനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. കേരള സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയെയും പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് കെ രാജനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എന്ന് റവന്യൂ മന്ത്രിയുടെ കൂടെ ചേർത്ത വകുപ്പ് ഇവിടെ അർത്ഥപൂർണമാവുകയാണ്. ഇവിടെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഭൂമി നൽകുന്ന റവന്യൂ വകുപ്പ് മന്ത്രി യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായത്. വലിയ സന്തോഷം. ഞങ്ങൾ കലാകാരന്മാർക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത്. 300-ലധികം വീടുകൾ തയ്യാറാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം. 178 വീടുകളുടെ പണി കഴിഞ്ഞു എന്നറിയുന്നതിൽ സന്തോഷം. സൊലേസിന്റെ പരിപാടിക്ക് വന്നിട്ട് ഇവിടെയും വരാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. ഈ രണ്ടും ഈ ടൗൺഷിപ്പിലെ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് സൊലസിന്റെയും. സൊലസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതീക്ഷയേറ്റവർക്ക് പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഘടനയാണ്. കുട്ടികളിലും വലിയവരിലും കാണുന്ന ഒട്ടനവധി നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലാക്കപ്പെട്ടവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് സൊലേസ് ചെയ്യുന്നത്. ഈ ടൗൺഷിപ്പും ചെയ്യുന്ന അതാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നത് തന്നെയാണ് നമ്മുടെയും ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള എൻ്റെയും മുദ്രാവാക്യം.